റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് ചോദിച്ചു, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ? നബി തങ്ങളുടെ മറുപടി, വഇൻ ലലമാ വഇൻ ലലമാ വഇൻ ലലമാ ഖാല റസൂലുള്ളാഹി. അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ശരി, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ശരി, ഭൂമിയിൽ കോടികൾ കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകളെ അള്ളാഹു പടച്ചിട്ടുണ്ട്. ഒന്ന് ഉമ്മയാണ്, രണ്ടാമത്തെ ഒന്ന് ബാപ്പയാണ്. അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ശരി, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ഈ ലോകത്ത് ഏറ്റവും വലിയ മുത്തുകള് ഉമ്മയും ബാപ്പയുമാണ്. മോശപ്പെട്ടവരാണെങ്കിലും ക്ഷമിക്കണേ മുസ്ലിമീങ്ങളെ. ഇത് പഠിപ്പിച്ച ഉപ്പാപ്പയുടെ മക്കളല്ലേ നാട്ടുകാരെ നമ്മളൊക്കെ? ആ ഉമ്മയെക്കാളും ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്ന ഏതു മനുഷ്യനാവട്ടെ, ഫഅലൈഹി ലഅനത്തുല്ലാഹ് ഖാല റസൂലുള്ളാഹി. ശാപത്തിന്റെ ഉടമകളാണ്, ലഅനത്തിന്റെ ഉടമകളാണ്. എന്താണ് ചെറുപ്പക്കാരെ, ഭാര്യയ്ക്ക് പദവിയില്ലാത്തത് കൊണ്ടാണോ? ഭാര്യമാർക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഭാര്യയ്ക്ക് അല്ലാഹു തആല നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഭാര്യമാർക്ക് റസൂലുള്ള വല്ലാത്ത പദവി തന്നിട്ടുണ്ട്. ഭാര്യമാർക്ക് റസൂലുള്ള എത്ര പദവികളാ. ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരെ ചീത്ത പറയരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ ദേഷ്യം പിടിച്ച് വല്ലതും പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയുടെ കവിളത്ത് മുത്തം കൊടുത്ത് പൊരുത്തപ്പെടിക്കറേ. സുബ്ഹാനല്ലാഹ്. ഇത് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ഭാര്യമാരോട് നല്ല ചിരിച്ചു കളിച്ച് നടക്കണം. പ്രായപ്പെടുത്തുന്നില്ല ഉപ്പമാരെ. 90 വയസ്സായ ബാപ്പ ആ ആളെ ഭാര്യയോട് നല്ല തമാശയൊക്കെ പറയണം. എന്നെ ചെറുപ്പക്കാരെ, നമ്മൾ ഉമ്മി ബാപ്പ ഇങ്ങനെ തമാശ പറഞ്ഞ നസലത്ത് ബിഹിമുർ റഹ്മ, അവിടെ റഹ്മത്ത് വർഷിക്കൂലേ? റഹ്മത്ത് വർഷിക്കും. വയസ്സായ ഉമ്മി ബാപ്പ ഇങ്ങനെ ആ പഴയ ഓർമ്മ തമാശ എപ്പോഴും പറയണ്ടേ? എന്തൊരു റഹ്മത്താണ്. ഭാര്യയോട് ചിരിച്ചു കളിക്കിച്ച് നടക്കുന്നത് പുണ്യമുള്ളൊരു കാര്യമാണ്. തമാശ പറഞ്ഞ് നടക്കുന്നത്. ഭാര്യമാരോട് നമ്മൾ അവരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഭാര്യമാർക്ക് അവർക്ക് വല്ലാത്ത സ്നേഹം കൊടുക്കണം. ചില ആളുകളൊക്കെ ഉണ്ട് ഭാര്യമാരോട് ചിരിക്കാത്തത്ര മനുഷ്യന്മാരുണ്ട്. അറിയാം, നാട്ടിൽ വരുമ്പോ നല്ല ചിരിയും കളിയും. പള്ളിയിലൊക്കെ എന്തൊരു ശുദ്ധനറിയാം. വീട്ടിൽ ചെന്ന നരി മോഡൽ. എത്ര മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ. ഒന്ന് ചിരിച്ചൂടെ? ഭാര്യമാരോടൊന്ന് ചിരിച്ചൂടെ? ഒരു പെണ്ണ് എഴുതി ചോദിച്ചതാ, ഞാൻ